എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. ഒരു കൂട്ടുകാരെ, നമുക്കിന്ന് വേതാളം പറയുന്ന പത്മാവതി എന്ന കഥ കേൾക്കാം. ശ്മശാനത്തിൽ നിന്ന് വേതാളത്തിനെ പിടിച്ചുകെട്ടി ജ്ഞാനശീലന്റെ സമീപത്തേക്ക് നടക്കുന്ന വഴിയിൽ വിക്രമാദിത്യനോട് യാതൊന്നും സംസാരിച്ചു പോകരുതെന്നും അങ്ങനെ സംസാരിക്കുന്നതായാൽ തിരികെ മുരിക്കുമരത്തിൽ പോയി പ്രവേശിക്കുമെന്നും വേതാളം വ്യവസ്ഥ ചെയ്യുന്നു. അതനുസരിച്ച് നിശബ്ദതയെ ഒഴിവാക്കാൻ വേണ്ടി വേതാളം ഓരോ കഥ പറയാൻ തുടങ്ങുകയാണ്. ഇത് ഒന്നാമത്തെ കഥയാണ്. വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു തുടങ്ങി, പണ്ട് ഉത്തര ഭാരതത്തിലെ വാരണാസി രാജ്യത്തിൽ വജ്രമകുടൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്ഞിയുടെ പേര് മഹാദേവി എന്നും പുത്രന്റെ പേര് മകുടശേഖരൻ എന്നും ആയിരുന്നു. രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും മന്ത്രിക്ക് അതിസുന്ദരനും ബുദ്ധിമാനുമായ ഒരു മകനും ഉണ്ടായിരുന്നു. രാജകുമാരനും മന്ത്രികുമാരനും സമവയസ്കരും അതുപോലെ തന്നെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും അതിസമ്പന്നരുമായിരുന്നു. കാഴ്ചയിൽ രാജകുമാരൻ അതീവ സുന്ദരനായിരുന്നുവെങ്കിലും ബുദ്ധി സാമർഥ്യത്തിൽ മന്ത്രികുമാരനാണ് മികവ് കാട്ടിയിരുന്നത്. കുമാരന്മാരിരുവരും യുവാക്കളായി. അവർ രണ്ടുപേരും ഒരു ദിവസം നായാട്ടിനായി കാനനത്തിലേക്ക് പോകുന്നു. ആ നായാട്ടിലുള്ള ഉത്സാഹം കാരണം അവർ വഴിതെറ്റിപ്പോയത് അറിഞ്ഞില്ല. രാജ്യാതിർത്തിയും പിന്നിട്ട് അവർ അയൽ രാജ്യത്തിലെ ഒരു വനപ്രദേശത്ത് എത്തിച്ചേരുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ സമീപത്തായി ഒരു കാട്ടുപൊയ്ക കാണുന്നു. കാട്ടുപൊയ്ക മാത്രമല്ല, ആ പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരുന്ന അതിസുന്ദരികളായ യുവതികളെയും കാണുന്നു. അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ആ രാജകുമാരൻ അങ്ങനെ പരിസരം മറന്ന് നിന്നുപോയി. രാജകുമാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്സര സ്ത്രീകളെ പോലും പിന്നിലാക്കുന്ന ആ സൗന്ദര്യം രാജകുമാരനെ ആകർഷിക്കാതിരിക്കുന്നത് എങ്ങനെ? പരിസരവും അതുപോലെ തൻ്റെ സ്ഥാനവും മഹത്വവും എല്ലാം വിസ്മരിച്ച് കുമാരൻ ആ രാജകുമാരിയുടെ സൗന്ദര്യം ആസ്വദിച്ചങ്ങനെ നിന്നുപോയി. കാമദേവന് സദൃശം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട രാജകുമാരനെയും ആ രാജകുമാരി നോക്കിക്കൊണ്ട് നിന്നു. അവരങ്ങനെ പരസ്പരം കണ്ണുകൾ കൊണ്ട് കടാക്ഷ വിക്ഷേപം നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കുളിച്ചു കയറി. ഒരു താമരപ്പൂ പറിച്ചെടുത്ത് ചെവിയിൽ ചേർത്തിട്ട് അതിനെ കടിച്ചതിന് ശേഷം അവളുടെ പാദങ്ങളുടെ പുറകുവശത്തേക്ക് ഇട്ടു. അവിടെ കൊണ്ടായില്ല. മറ്റൊരു പൂ പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചു. ഒടുവിൽ അതും താഴെ ഇട്ടു. എന്നിട്ടവൾ തോഴിമാരോടൊത്ത് അവിടെ നിന്ന് നടന്ന് പല്ലക്കിൽ കയറി പെട്ടെന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. യുവതിയുടെ ഈ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാൻ രാജകുമാരൻ വല്ലാതെ വിഷമിച്ചു. രാജകുമാരി പോയി കഴിഞ്ഞപ്പോൾ രാജകുമാരൻ അവിടെയെല്ലാം ഇരുട്ട് വ്യാപിച്ചതായി തോന്നുന്നു. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചതുപോലെ. അദ്ദേഹം മന്ത്രികുമാരനോട് ഈ വിവരങ്ങളെല്ലാം പറയുകയാണ്. കുമാരിയുടെ ചേഷ്ടകളെപ്പറ്റി അറിയിച്ചതിന് ശേഷം മന്ത്രികുമാരനോട് ചോദിച്ചു, എന്താണ് കുമാര ഇതിൻ്റെ എല്ലാം അർത്ഥം? അവൾ ഈ കാണിച്ച സ്വപ്നങ്ങൾ എല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എങ്ങോട്ടാണ് അവൾ വനദേവതയെ പോലെ അപ്രത്യക്ഷയായത്? ഞാൻ അവളിൽ വല്ലാതെ ഭ്രമിച്ചു പോയിരിക്കുന്നു. എനിക്ക് നീ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അവൾ ആരായിരിക്കാം? എന്തായാലും എനിക്ക് അവളെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഈ ചിന്ത ഇങ്ങനെ പോയാൽ ഞാൻ വല്ലാതെ വിഷമിച്ചു പോകും. എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിക്കില്ലേ കുമാര? ഇത്രയും പറഞ്ഞപ്പോൾ മന്ത്രികുമാരൻ രാജകുമാരനോട് പറഞ്ഞു, കുമാര, അങ്ങ് ഇത്ര വേഗം നിരാശയ്ക്ക് വിധേയനായതെന്ത്? അങ്ങയുടെ സ്ഥാനവും മഹത്വവും ഇപ്രകാരമുള്ള ചിന്തകൾക്കൊട്ടും അനുയോജ്യമല്ല. മാത്രമല്ല
ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുമാരി അങ്ങിൽ പ്രേമ പരവശയായി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. ആ കന്യകയുടെ ഭാവഹാവാദികളും സൂചനകളും അതിൻ്റെ ലക്ഷണങ്ങളാണ്. രാജകുമാരൻ പെട്ടെന്ന് ചോദിച്ചു, അവൾ എന്നിൽ പ്രേമപരവശയാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, അവളുടെ ആ ചേഷ്ടകളും പെരുമാറ്റവും 100 പ്രേമ മഹാകാവ്യങ്ങളെക്കാൾ വാചാലമാണ് കുമാര. അവളുടെ മനസ്സിലുള്ള വിചാരങ്ങളും ആഗ്രഹങ്ങളുമാണ് ആ ചേഷ്ടകളിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ. പൊയ്കയിൽ നിന്ന് അവൾ താമരപ്പൂ പറിച്ചെടുത്തു. താമരപ്പൂ എന്നാൽ പത്മം. അതിൻ്റെ അർത്ഥം അവൾ പത്മാവതി എന്നാണ്. ആ പൂ തന്നെ അവൾ തൻ്റെ ചെവിയോട് ചേർത്ത് പിടിച്ചില്ലേ? കർണപുരമാണ് അവളുടെ സ്വദേശമെന്നാണ് അതിനർത്ഥം. ചെവി എന്നാൽ കർണം. പൂ കടിച്ചതിൻ്റെ പൊരുൾ അവൾ ദന്തവടൻ എന്ന രാജാവിൻ്റെ പുത്രിയാണെന്നും മനസ്സിലാക്കണം. ഒടുവിൽ മറ്റൊരു പൂ പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചതിന് അവൾ അങ്ങയിൽ ദൃഢമായി പ്രണയത്തോടുകൂടി ഇരിക്കുന്നുവെന്നും ധൈര്യമായി വിശ്വസിച്ചുകൊള്ളുക. കുമാരിയുടെ ഇങ്ങനെയുള്ള സൂചനകളുടെയും ചേഷ്ടകളുടെയും ആന്തരാർത്ഥം വിശദമായി അറിയിക്കുന്നതിൽ മന്ത്രികുമാരൻ പ്രദർശിപ്പിച്ച ആ സാമർഥ്യം രാജകുമാരനെ എത്രമാത്രം അതിശയിപ്പിച്ചുവെന്ന് പറയണ്ടല്ലോ. തന്നെയല്ല, രാജകുമാരന് വളരെയധികം സന്തോഷവുമായി. കാരണം അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ അവൾ ആരാണെന്നറിയാം, പേരെന്താണെന്നറിയാം, അവളുടെ മനോഗതം എന്താണെന്നും അറിയാം. ഉടനെ മന്ത്രികുമാരനെ കെട്ടിപ്പിടിച്ചിട്ട് രാജകുമാരൻ പറഞ്ഞു, എനിക്ക് നീ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. നമുക്ക് കഴിയും വേഗം കർണപുരത്തിലേക്ക് പോയി അവളെ വളരെ രഹസ്യമായി സന്ധിക്കണം. അതിലേക്ക് എന്താണ് മാർഗം എന്ന് ചോദിച്ചു. മന്ത്രികുമാരൻ പറഞ്ഞു, നമുക്ക് ഏതായാലും ഉടൻ രാജധാനിയിലേക്ക് മടങ്ങാൻ നിവൃത്തിയില്ലല്ലോ. നമ്മൾ നായാട്ടിനായി വന്നതല്ലേ. അവിടെ ചെന്ന് ഒരു ചെറിയ ദേശസഞ്ചാരം നടത്താനുള്ള അങ്ങയുടെ ആഗ്രഹം പിതാവിനെ അറിയിച്ച് അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ച് പുറപ്പെടുന്നതല്ലേ ഉചിതം. ഇത് കേട്ട രാജകുമാരൻ അപ്രകാരം തന്നെ എന്ന് നിശ്ചയിച്ച് തൽക്കാലം രാജധാനിയിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം അയൽ രാജ്യത്തിലേക്ക് ഒരു ഹ്രസ്വ സഞ്ചാരം നടത്തുന്നതിനായി രാജാവിൻ്റെ അടുത്ത് നിന്ന് അനുമതി വാങ്ങുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതനുസരിച്ച് മന്ത്രികുമാരനും മന്ത്രികുമാരനും അവരവരുടെ കുതിരകളുടെ മുകളിൽ കയറി കർണപുരത്തിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവർ കർണപുരത്തിലെത്തുന്നു. വിശ്രമിക്കാനായി ഒരു സ്ഥലം വേണ്ടേ, അതന്വേഷിച്ച് അവർ കൊട്ടാരത്തിൻ്റെ പരിസരങ്ങളിൽ തന്നെ ചുറ്റി നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ അവിടെ ഒരു ചെറു കുടിലിൻ്റെ വാതിൽക്കൊരു വൃദ്ധ ഇരുന്ന് പഞ്ഞി കടയുന്നത് കണ്ടു. അവർ വൃദ്ധയുടെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ സഞ്ചാരികളാണ്. വ്യാപാരമാണ് ഞങ്ങളുടെ തൊഴിൽ. ഞങ്ങളുടെ സംഘത്തിലുള്ള മറ്റുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ വരുന്നത് വരെ താമസിക്കാൻ ഒരു സൗകര്യം ചെയ്തു തരണം. അവർ വരുന്നത് വരെ താമസിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരാൻ അമ്മയ്ക്ക് പ്രയാസമുണ്ടോ? അതിലേക്ക് ന്യായമായ പ്രതിഫലവും തരുന്നുണ്ട്. വൃദ്ധ അവരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചു. എന്നിട്ട് അവരെ ആപാതചൂടം നോക്കി. കണ്ടാൽ സുന്ദരന്മാർ, മാന്യന്മാർ, കുലീനത പ്രകടിപ്പിക്കുന്ന മുഖഭാവം, വിനയത്തോടുകൂടിയുള്ള സംഭാഷണം. വൃദ്ധയാകട്ടെ യാതൊരു വിസമ്മതവും കൂടാതെ അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. മക്കളെ, ഇത് കുടിലാണെന്നേ ഉള്ളൂ. സ്വന്തം വീടാണെന്ന് കരുതി ഇവിടെ താമസിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം. വൃദ്ധ അനുമതി നൽകി. പ്രതിഫലം തരുന്നതും തരാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് വൃദ്ധ തൻ്റെ ജോലി തുടരുകയും ചെയ്തു. അവർ വീട്ടിനുള്ളിലേക്ക് കടന്ന് വൃദ്ധ ചൂണ്ടിക്കാണിച്ച ഒരു കയറ്റുകട്ടിലിൽ കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധ പഞ്ഞികടിച്ചിൽ നിർത്തി അതിൻ്റെ ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് വെച്ചിട്ട് അവരുടെ സമീപത്തെത്തി ഒരു പഴമ്പായിൽ ഇരുന്നു. കുടിക്കാൻ കഞ്ഞിയോ വെള്ളമോ എന്തെങ്കിലും വേണോ? കാപ്പിയും ചായയും ഒന്നും ഇവിടെ ഇല്ല. വൃദ്ധ തൻ്റെ ആ ആതിഥ്യ മര്യാദ പ്രകടമാക്കാൻ വേണ്ടി ചോദിച്ചു. വേണ്ട, ഞങ്ങൾ ആ ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അല്പസമയമേ ആയുള്ളൂ. മന്ത്രികുമാരൻ ആ വൃദ്ധയോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
അമ്മച്ചി ഒറ്റയ്ക്കാണോ ഇവിടെ താമസം? എങ്ങനെയാണ് ഉപജീവനം കഴിക്കുന്നത്? പറയുന്നതിന് വിരോധമില്ലെങ്കിൽ ഞങ്ങളോട് പറയൂ. അയ്യോ മക്കളെ, അതിനെന്ത് വിരോധം? വൃദ്ധ തൻ്റെ പല്ലില്ലാത്ത മോണ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മകൻ ഇവിടെ കൊട്ടാരത്തിലെ സേവകക്കാരനാണ്. വലിയ കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടി പത്മാവതി ദേവിക്ക് പൂ കൊണ്ടുപോയി കൊടുക്കുകയാണ് എൻ്റെ ജോലി. കിഴവയ്ക്ക് വയസ്സായില്ലയോ? ഇപ്പോൾ ഞാൻ എങ്ങും ജോലിക്ക് പോകുന്നില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് സുഖമായി ജീവിക്കാനുള്ള വക കൊട്ടാരത്തിൽ നിന്നും കിട്ടും. പൊന്നുതമ്പുരാൻ്റെ കൽപ്പനയത്. ദിവസം ഒരു പ്രാവശ്യം മാത്രം എനിക്ക് കൊട്ടാരത്തിലേക്ക് പോകണം, പൂ കൊണ്ടുപോയി കൊടുക്കാൻ. ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന പൂവല്ലാതെ ആ പൈങ്കിളി ചൂടില്ല. ആ വൃദ്ധശ്രീ വളരെയധികം അഭിമാനത്തോടുകൂടി അറിയിച്ചു. അടുത്ത ദിവസം കുമാരന്മാരിരുവരും വൃദ്ധ അവിടെ നിന്ന് പോയ സമയത്ത് താമരപ്പൊയ്കയിൽ വെച്ച് കണ്ട യുവതി അവിടുത്തെ രാജാവിൻ്റെ പുത്രി തന്നെയാണെന്ന് നിശ്ചയിച്ച് അവളെ സന്ധിക്കുവാനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങി. രാജകുമാരൻ്റെ ഈ പ്രണയ പാരവശ്യം മനസ്സിലാക്കിയ മന്ത്രികുമാരനാകട്ടെ വൃദ്ധയ്ക്ക് ഉദാരമായി പണം നൽകി തൻ്റെ സ്വാധീനത്തിലാക്കിയിട്ട് രാജകുമാരൻ്റെ ഒരു പ്രേമ സന്ദേശം കൊടുത്ത് പൂക്കാരിയെ രാജകുമാരിയുടെ സമീപത്തേക്ക് അയച്ചു. അവൾ ചെന്ന് രഹസ്യമായി പത്മാവതിയോട് സംഗതികളെല്ലാം പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ രാജകുമാരി കഠിനമായ കോപം ഭാവിച്ചുകൊണ്ട് ചന്ദനം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിൽ തൻ്റെ കൈപ്പത്തികൾ മുക്കി 10 വിരലുകളും പതിയുമാറ് വൃദ്ധയുടെ മാറിടത്തിൽ പിടിച്ചൊരു തള്ളാണ്. 10 വിരലുകളും ആ വൃദ്ധയുടെ മാറിടത്തിൽ പതിഞ്ഞ ആ പാട് കാണാം. എന്നിട്ട് ഒറ്റ തള്ള കൊടുത്തു. വൃദ്ധ അവിടുന്ന് വളരെ നിരാശയോടെ മടങ്ങി വന്നു. ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളി അവിടെ നിന്ന് അധിക്ഷേപിച്ച് വിട്ടല്ലോ എന്നുള്ള ദുഃഖത്തോടെ അവിടെ നിന്ന് വളരെ ദുഃഖത്തോടെ മടങ്ങി വന്ന മന്ത്രികുമാരനോടും രാജകുമാരനോടും ഇത് പറഞ്ഞു. വൃദ്ധ വളരെ സങ്കടത്തോടെ ഇത് പറഞ്ഞെങ്കിലും മന്ത്രികുമാരൻ അർത്ഥവത്തായിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. രാജകുമാരൻ്റെ മുഖം വല്ലാതെ വിവരണമാവുകയും ചെയ്തു. ആദ്യമേ പറഞ്ഞിരുന്നു മന്ത്രികുമാരൻ വളരെ ബുദ്ധിമാനാണെന്ന്. അതുകൊണ്ട് തന്നെ മന്ത്രികുമാരൻ ചിരിച്ചതിൻ്റെ കാരണം അറിയാൻ രാജകുമാരൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, കുമാര, അങ്ങയുടെ അഭിലാഷം പരിപൂർണ സാഫല്യമടയാൻ ഇനിയും 10 നാൾ കാത്തിരിക്കണം. മന്ത്രികുമാരനെ ആശ്ലേഷിച്ചുകൊണ്ട് രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഈ അപാര ബുദ്ധി സാമർഥ്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരനും മന്ത്രികുമാരനും വൃദ്ധയെ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. വൃദ്ധയ്ക്ക് വളരെയധികം പാരിതോഷികങ്ങളൊക്കെ നൽകി തങ്ങളുടെ വശത്താക്കിയിരുന്നതിനാൽ യഥാർത്ഥത്തിൽ ഇവർ മന്ത്രികുമാരനും രാജകുമാരനുമാണെന്നുള്ള വസ്തുത വൃദ്ധയോട് തുറന്നു പറയുകയും ചെയ്തു. മാത്രമല്ല, ദിവസങ്ങൾക്ക് മുമ്പ് താമരപ്പൊയ്കയിൽ വെച്ച് രാജകുമാരിയെ കണ്ട കാര്യവും രാജകുമാരന് കുമാരിയിൽ തോന്നിയ ആ പ്രണയ ചാബല്യവും ഒക്കെ, ചാബല്യം എന്ന് പറയാൻ പറ്റില്ല, ഉറച്ച പ്രേമത്തിലാണ് അല്ലേ. അപ്പൊ ആ വിവരമൊക്കെ വൃദ്ധയോട് തുറന്നു പറയുകയാണ് അവർ. അപ്പോൾ വൃദ്ധ വിചാരിച്ചു, ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടാണോ ആ കുമാരി എന്നോട് അങ്ങനെ പെരുമാറിയത്? ഇത്തവണ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ വൃദ്ധ വേഗം ആ രാജകുമാരിയോട് പറഞ്ഞു, അടിയൻ പാലുകുട്ടി വളർത്തിയ കുഞ്ഞല്ലയോ, അടിയൻ ഇതൊന്നും അറിയുകയില്ലെന്നായിരിക്കും തമ്പുരാട്ടി വിചാരിച്ചത്. അന്ന് അടിയൻ ഒരു എഴുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് അടിയനെ ഇവിടെ ഒന്നും തല്ലി ഇറക്കിയില്ലയോ? അയ്യോ, 10 വിരലും അടിയന്റെ നെഞ്ചത്ത് പതിഞ്ഞ് അവിടെ മാകെ കൊമളച്ചു പോയില്ലയോ? എന്നാ കൊച്ചമ്പ്രാട്ടി ചെവി തന്ന കേട്ടാട്ടെ, ആ എഴുത്ത് തന്നയച്ചത് ആരാണെന്നാ കുഞ്ഞിന്റെ വിചാരം? കഴിഞ്ഞ വെളുത്ത വർഷം 5-ാം ദിവസം ആ അതിർത്തിയിലുള്ള താമരപ്പൊയ്കയില് കുഞ്ഞ് കണ്ടില്ലയോ? കാമദേവനെ പോലെ സുന്ദരനായൊരു രാജകുമാരൻ, അവിടുത്തെ യുവരാജാവ്, അദ്ദേഹത്തിന്റെ കത്തായിരുന്നു അത്, അറിയാവോ? അപ്പോഴും രാജകുമാരി യാതൊരു പരിചയഭാവവും കാണിച്ചില്ല, പഴയ അടവ് തന്നെ പ്രയോഗിച്ചു. ഇപ്രാവശ്യം അവൾ മറ്റൊരു വിദ്യയാണ് പ്രയോഗിച്ചത്. കുങ്കുമത്തിൽ മുക്കിയ 3 വിരലുകൾ കൊണ്ട് പൂക്കാരിയുടെ
നെഞ്ചിലിടിക്കുകയും അന്തഃപുരത്തിന് പിൻഭാഗത്തുള്ള ഒരു രഹസ്യവാതിലിലൂടെ ഓടിക്കുകയുമാണ് ചെയ്തത്. വൃദ്ധയ്ക്ക് പിന്നെയും ദുഃഖമായി. ഞാൻ ഇത്ര നല്ലൊരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയതെന്ന് വിചാരിച്ച് അവര് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി സകല വിവരങ്ങളും രാജകുമാരനെ അറിയിക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ വിചാരിച്ചു, ആ താമരപ്പൊയ്കയിൽ വെച്ച് തന്റെ നേരെ വളരെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും നോക്കി ആ കുമാരി എന്താണ് ഇങ്ങനെ പെരുമാറിയത്? അവൾ ഇങ്ങനെ ഒരു മനോഭാവം കൈക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും രാജകുമാരനെ പിടികിട്ടിയില്ല. അദ്ദേഹം വീണ്ടും മന്ത്രികുമാരന്റെ അടുത്തെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. മന്ത്രികുമാരനാകട്ടെ വളരെയധികം സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജകുമാരൻ, അങ്ങേക്ക് ഇത്ര ക്ഷമയില്ലാതായി പോയല്ലോ, കഷ്ടം തന്നെ. വിജയം തികച്ചും അടുത്തെത്തിയിരിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത്? കുമാരിയുടെ പെരുമാറ്റത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. രാജകുമാരി അസ്പൃശ്യയായിരിക്കുകയാണ്, അതായത് പീരീഡ്സിന്റെ ടൈമാണ്. ഇനിയും 3 ദിവസങ്ങൾ കൂടി കഴിയണം. അതിനുശേഷം അർദ്ധരാത്രി കഴിഞ്ഞ് ചെന്നാൽ കുമാരി അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, പൂക്കാരിയെ അടിച്ചോടിച്ച ആ രഹസ്യവാതിലിലൂടെ വേണം അങ്ങ് അവിടെ ചെല്ലേണ്ടത്. ഇപ്പോൾ എല്ലാം വ്യക്തമായോ? അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം രാത്രിയുടെ 2-ാം യാമത്തില് രാജകുമാരൻ മന്ത്രികുമാരന്റെ മേൽനോട്ടത്തിൽ തന്നെ അർദ്ധരാത്രി കഴിഞ്ഞ സമയം ഉടൻ രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് കുമാരിയുടെ കിടപ്പറയുടെ മുന്നിലെത്തി. രാജകുമാരൻ വളരെയധികം പ്രതീക്ഷയോടെ തന്റെ ആ സാഫല്യം, പ്രണയ സാഫല്യത്തിന് സമയമായി എന്ന് കരുതി അദ്ദേഹത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല. മന്ത്രികുമാരൻ അവിടെ നിന്ന് തിരിച്ച് വൃദ്ധയുടെ കുടിലേക്ക് പോരുകയും ചെയ്തു. കുമാരി രാജകുമാരനെ തന്നെ പ്രതീക്ഷിച്ച് സർവാലങ്കാര വിഭൂഷിതയായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ആ രഹസ്യവാതിലിന്റെ മറവിൽ നേരത്തെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എത്ര ദിവസം കൊണ്ടുള്ള പ്രതീക്ഷയാണ്! ഒരു നിമിഷം കണ്ടുമുട്ടിയ ആ ക്ഷണത്തിൽ തന്നെ കുമാരി രാജകുമാരനെ കൊട്ടാരവാതിലിനുള്ളിലെ തന്റെ കിടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്സരസുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ അണിഞ്ഞൊരുങ്ങിയാണ് രാജകുമാരനെ വരവേറ്റത്. രാജകുമാരിയുടെ തോഴിമാരും ഏതാജ്ഞയും പാലിക്കാൻ തയ്യാറായി നിലകൊണ്ടിരുന്നു. മനോഹര ചിത്രങ്ങൾ കൊണ്ട് ആ മുറിയാകെ അലങ്കരിച്ചിരുന്നു. എവിടെയും മാദക സൗന്ദര്യം, മാദക സുഗന്ധമായിരുന്നു. രാജകുമാരി കുമാരനെ സൽക്കരിച്ചു കൊണ്ടുപോയി ഒരു വിശിഷ്ട ആസനത്തിൽ തന്നെ ഇരുത്തി അദ്ദേഹത്തിന്റെ കാല് കഴുകി, അതുപോലെ തന്നെ ശരീരത്തിൽ ദിവ്യമായ പരിമളം വഹിക്കുന്ന കളഭക്കൂട്ട് പുരട്ടിക്കൊടുത്തു. കഴുത്തിൽ വിശിഷ്ടമായ പുഷ്പങ്ങൾ കൊണ്ട് സ്വന്തം കൈകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു മാല ചാർത്തി, ശരീരത്തിൽ പനിനീർ തളിച്ചു. അനന്തരം സ്വന്തം കൈകൊണ്ട് തന്നെ അദ്ദേഹത്തെ പനിനീരിൽ മുക്കിയ രാമറ്റ വിശറി കൊണ്ട് വീശി തുടങ്ങി. ഇത് കണ്ട് അവളെ വിലക്കിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ സർവ്വക്ഷീണവും തീർന്നിരിക്കുന്നു. ദേവി ഒരു തരത്തിലും പ്രയാസപ്പെടരുത്. ഈ മൃദുലമായ കൈകൾ കൊണ്ട് ഈ വിശറി പിടിക്കാനുള്ളതല്ല, അത് എൻ്റെ കയ്യിലേക്ക് തന്നേക്കുക. ഭവതി ദയവ് ചെയ്ത് ആ മഞ്ചത്തിലിരുന്നാലും. പത്മാവതി ഉടനെ പറഞ്ഞു, പ്രഭു, എത്രമാത്രം ക്ലേശം അനുഭവിച്ചായിരിക്കും അങ്ങ് എനിക്ക് വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള അങ്ങയെ ശുശ്രൂഷിക്കുക കേവലം എൻ്റെ കടമ മാത്രമല്ലേ? ഉടനെ ഒരു തോഴി കുമാരിയിൽ നിന്ന് വിശറി പിടിച്ചു വാങ്ങി വീശാൻ തുടങ്ങി. എന്നിട്ട് ആ തോഴി പറഞ്ഞു, ഇത് എൻ്റെ ജോലിയാണ് കുമാരി, ഞാൻ നിങ്ങൾ ഇരുവരെയും വേണ്ട വിധം ശുശ്രൂഷിച്ചു കൊള്ളാം, നിങ്ങൾ യഥേഷ്ടം സമയം ചിലവാക്കിയാലും. അങ്ങനെ സ്ത്രീകളെല്ലാം വിട വാങ്ങുകയാണ്. രാത്രി വളരെ അതിക്രമിച്ചു. കുമാരിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒടുവിൽ അവർ രണ്ടുപേരും മാത്രമായി ആ മുറിയിൽ. കുമാരന്റെ നിബന്ധന അനുസരിച്ച് ആ കുമാരിയും രാജകുമാരന്റെ അടുത്ത് തന്നെ ഇരുന്നു. രണ്ടുപേരും ഒന്നിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, മധുരപദാർത്ഥങ്ങളൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ പാലും അതുപോലെ മറ്റുള്ള വിഭവങ്ങളും എല്ലാം പാനം ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്ത് മദന ചേഷ്ടകളോടെ പ്രണയ സാഫല്യത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയാണ്.
അയാൾ അവളുടെ ആ കൊഴുത്തിരുണ്ട മാദക അവയവങ്ങൾ സ്വന്തം ശരീരത്തോട് ചേർത്തണച്ച് കവിളുകളിൽ തെരുതെരെ ചുംബിച്ച് അവളെ ശ്വാസം മുട്ടിച്ചു. എന്തിനധികം അവർ ഈ ലോകം തന്നെ മറന്നുപോയി. ആപത്തിനെ പറ്റിയോ അനന്തര ഫലങ്ങളെക്കുറിച്ചോ ഒന്നും അവർ ആലോചിച്ചില്ല. അവർ അവരുടേതായ ലോകത്ത് യഥേഷ്ടം വിഹരിച്ചുകൊണ്ടിരുന്നു. നേരം വെളുത്തിട്ടും അവരിരുവരും അവരുടേതായ ലോകത്ത് നിന്ന് പുറത്തു കടന്നില്ല. അടുത്ത ദിവസവും അവിടെ തന്നെ എന്ന് കുമാരി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അതിൽ രാജകുമാരന് അത്യധികമായ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ രാജകുമാരനെ കുമാരി കൊട്ടാരത്തിൽ തന്നെ ഒരു രഹസ്യ സ്ഥലത്ത് താമസിപ്പിക്കുകയാണ്. അങ്ങനെ പത്മാവതിയും രാജകുമാരനും കാമലീലകളിലൊക്കെ മുഴുകി സകലതും മറന്ന് ദിവസങ്ങൾ കഴിച്ചു. ഇങ്ങനെ ഏകദേശം 1 മാസത്തോളം കടന്നുപോയി. അതിനിടയ്ക്ക് പലപ്പോഴും രാജകുമാരന് തൻ്റെ സഖാവായ മന്ത്രികുമാരനെ പറ്റി ഓർമ്മയുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പോയി അയാളുടെ സുഖക്ഷേമങ്ങൾ ആരായുവാൻ തന്നെ അനുവദിക്കണം. അവിടെ നിന്ന് പോയി തൻ്റെ കൂട്ടുകാരൻ്റെ സുഖവിവരങ്ങൾ ആരായുവാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം ഹൃദയം ചുട്ട് പത്മാവതിയോട് അപേക്ഷിച്ചു. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം അവൾ ഓരോ ഒഴിവുകഴികൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപേക്ഷകളെ നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഒരു കാരാഗ്രഹത്തിൽ എന്ന പോലെ അവളുടെ കൂടെ കഴിയുകയാണ്. ദിവസവും രാത്രി, അതായത് പകലും രാത്രിയും ഒന്നും കടന്നു പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല. ഒരു രാത്രിയിൽ കുമാരൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെയധികം വിഷമത്തോടെ ചിന്തിച്ചു. രാജ്യം, സിംഹാസനം, കുടുംബം എല്ലാം എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അതെല്ലാം സഹിക്കാം. എൻ്റെ ഉറ്റ ചങ്ങാതിയായ മന്ത്രികുമാരൻ, അവനുമായിട്ടുള്ള വേർപാട് ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ ഈ അവസ്ഥയ്ക്ക് തന്നെ കാരണം അവനാണ്. ഞാൻ ഇന്ദ്രലോക സുഖങ്ങൾ ഒന്നൊഴിയാതെ അനുഭവിച്ച് എൻ്റെ സുഹൃത്തിനെ പോലും ഓർമ്മിക്കാതെ ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് ഇവിടെ ഇങ്ങനെ വിരാജിക്കുകയാണ്. എന്നേക്കാൾ നന്ദി കെട്ടവനായി ആരാണുള്ളത്? ഏത് വിധേനയും ഇവിടെ നിന്ന് പോയി അവനെ സന്ധിക്കുക തന്നെ വേണം. എൻ്റെ ഈ തീരുമാനത്തിന് ഇളക്കമില്ല എന്ന് വിചാരിച്ച് രാജകുമാരൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്ന് ചിന്തയോടുകൂടിയിരുന്നു. ഇങ്ങനെ ഉത്കണ്ഠാകുലനായി വേദനാജനകമായ ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജകുമാരി ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് വന്ന് ഇങ്ങനെ പറയുകയാണ്. അല്ലയോ പ്രിയങ്കരനായ രാജകുമാര, അങ്ങേ ക്ലേശിപ്പിക്കുന്ന എന്തോ ചിന്തകൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് പറയുകയില്ലേ? നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെ സന്തോഷമായി എന്നോടൊന്നിച്ച് ആടിപ്പാടി കഴിഞ്ഞിരുന്ന അങ്ങ് ഇപ്പോഴെന്നെ കാണുവാൻ പോലും താല്പര്യം കാണിക്കുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? എന്നെ വെറുത്തു തുടങ്ങിയോ? പരിഭവമില്ലെങ്കിൽ തുറന്നു പറയുക. ഉടനെ രാജകുമാരൻ പറഞ്ഞു, ഓമനെ, എനിക്ക് ഭവതിയോട് യാതൊരു പരിഭവവുമില്ല. ഈ ദിവസങ്ങൾ അത്രയും എന്നെ സ്വർഗീയ സുഖം അനുഭവിപ്പിച്ച ഭവതിയെ ഞാൻ എങ്ങനെയാണ് വെറുക്കുന്നത്? അങ്ങനെയാകുന്ന പക്ഷം എന്നേക്കാൾ നന്ദി കെട്ടവനായ ആരാണ് ഉണ്ടാവുക? ഞാൻ തുറന്നു പറയാം. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ചങ്ങാതിയുണ്ട്, ഞങ്ങളുടെ മന്ത്രിയുടെ പുത്രൻ. ഞങ്ങൾ 2 ദേഹവും ഒരു ആത്മാവുമായി കഴിയുന്നവരാണ്. നാം തമ്മിലുള്ള ഈ രഹസ്യ സമാഗമത്തിന് പോലും സന്ദർഭമൊരുക്കിയത് അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴാവട്ടെ അവൻ ഒറ്റയ്ക്ക് ഈ പ്രദേശത്ത് എവിടെയോ അജ്ഞാതവാസം നയിക്കുന്നു. 1 മാസത്തിന് മേലായി ഞാൻ അവനെ കണ്ടിട്ട്. അവനെ പറ്റിയുള്ള ചിന്തകളാണ് എന്നെ ഇങ്ങനെ ദുഃഖാകുലനാക്കിയിരിക്കുന്നത്. രാജകുമാരി ഉടനെ പരിഭവത്തോടുകൂടി രാജകുമാരനോട് പറയുകയാണ്, അല്ലയോ രാജകുമാര, അങ്ങയുടെ ഈ ചിന്താഗതി എനിക്കിപ്പോൾ പൂർണ്ണമായും മനസ്സിലായി. അങ്ങയുടെ മനസ്സിലെ രാജ്യത്തെയും രാജാവിനെയും മന്ത്രിയെയും മന്ത്രികുമാരനെയും പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഈ ഉള്ളവൾ കാമകേളികൾ നടത്താനുള്ള വെറും ഒരു കളിപ്പാട്ടം മാത്രം. 2 ദേഹങ്ങളും ഏകദേഹിയും. അങ്ങനെയുള്ള കൂട്ടുകാരനെ ഇത്രകാലം വിസ്മരിച്ചത് തന്നെ മഹാ അപരാധമാണ്. ഉടനെ രാജകുമാരൻ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു. ഞാൻ അവനെ കണ്ടുപിടിച്ച് സുഖക്ഷേമങ്ങൾ അന്വേഷിച്ച ശേഷം കഴിയുന്നതും വേഗം ഭവതിയുടെ
അടുത്തേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ഇതിൽ യാതൊരു സന്ദേഹവും വേണ്ട. ഈ സമയം അത്രയും രാജകുമാരിയുടെ മനസ്സ് കുടിലമായ ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു രാജകുമാരനോട്, അങ്ങ് തീർച്ചയായും ഇവിടെ നിന്ന് പോയി അങ്ങയുടെ കൂട്ടുകാരനെ കണ്ട് സുഖവിവരങ്ങൾ ആരാഞ്ഞു വരണം. യാതൊരു ദുഃഖവുമില്ലാതെ അല്ലലുമില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷം മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ കരവലയത്തിലേക്ക് മടങ്ങി വരികയും വേണം. അതുവരെ ഞാൻ വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം. ദുഃഖിതയെ പോലെ ഭാവിച്ചുകൊണ്ട് രാജകുമാരി ഇങ്ങനെ പറഞ്ഞു. അവളുടെ മനസ്സ് വീണ്ടും മന്ത്രികുമാരനെ എങ്ങനെ ദ്രോഹിക്കണം, എങ്ങനെ രാജകുമാരനിൽ നിന്ന് വേർപെടുത്തണം എന്നുള്ള ചിന്തകളിൽ മുഴുകി. അദ്ദേഹം ഇവിടെ നിന്ന് പോയാൽ മടങ്ങി വരുന്ന കാര്യം എളുപ്പമല്ല. മന്ത്രികുമാരൻ കുശാഗ്ര ബുദ്ധിയും മഹാസമർത്ഥനുമാണ്. അയാൾ ഏതു വിധേനയും ഇദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് തന്നെ അവരുടെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പിന്നെ കൊടിയ പ്രേമ നൈരാശ്യത്തിൽ പെട്ട് ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടിയും വരും. ഒരു തരത്തിൽ ഞാൻ അതിന് അനുവദിക്കയില്ല. ആപത്തിൽ പാപമില്ല എന്നല്ലേ പ്രമാണം. അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട. മന്ത്രികുമാരനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണം. രാജകുമാരൻ എക്കാലവും എൻ്റെ അടിമയായി ഇവിടെ കിടന്നുകൊള്ളുകയും ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ രാജകുമാരനോട് പറഞ്ഞു, പ്രാണനാഥ, അങ്ങയുടെ നിതാന്ത സഹചരനും അഭ്യുദയകാംക്ഷിയും അതീവ വിശ്വസ്തനുമായ മന്ത്രികുമാരന്റെ സമീപത്തേക്ക് പോവുകയല്ലേ? അതും ഇത്രയും ദിവസം തമ്മിൽ പിരിഞ്ഞിരുന്നതിന് ശേഷം. അങ്ങ് വെറും കൈയോടെ പോകുന്നത് ഉചിതമല്ല. എനിക്കും അദ്ദേഹത്തോട് ഒരു കർത്തവ്യമുണ്ടല്ലോ. നമ്മുടെ സമാഗമത്തിന് കാരണം തന്നെ അദ്ദേഹമല്ലേ? നമ്മുടെ പ്രേമം മനസ്സിലാക്കി നമ്മെ അനുഗ്രഹിച്ചതും അദ്ദേഹമല്ലേ? എന്റെ വകയായി ഒരു പാരിതോഷികം തന്നയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്പം പായസം എൻ്റെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി ഞാൻ തരുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരിക്കും. രാജകുമാരൻ ഈ നിർദ്ദേശത്തിൽ സംശയിച്ചില്ല. അദ്ദേഹം രാജകുമാരിയുടെ ഔചിത്യബോധത്തെയും കർത്തവ്യനിഷ്ഠയെയും മനസ്സാ പുകഴ്ത്തി. ഇത്രയ്ക്ക് ഉദാരമതിയായ ഒരു സ്വർലോക സുന്ദരിയെ തനിക്ക് പ്രേയസിയായി ലഭിച്ചതിൽ അത്യന്തം ചാരിതാർത്ഥ്യമുള്ളവനായി തീരുകയും ചെയ്തു. ഉടൻ തന്നെ രാജകുമാരന് മടങ്ങിപ്പോകാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. വെള്ളിപ്പാത്രത്തിൽ നിറച്ച പായസവുമായി മടങ്ങിയെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് വികാരഭരിതമായി അദ്ദേഹത്തെ ആശ്ലേഷിച്ച് രഹസ്യമാർഗത്തിലൂടെ തന്നെ യാത്ര അയക്കുകയും ചെയ്തു. മന്ത്രികുമാരനെ കണ്ടുപിടിക്കുവാൻ രാജകുമാരന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം അയാൾ ആ പൂക്കാരി വൃദ്ധയുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഏറെ ദിവസങ്ങളായി തന്നെ അന്വേഷിക്കാതിരുന്നതിൽ മന്ത്രികുമാരൻ പരിഭവിച്ചിരിക്കുകയായിരുന്നു എന്ന് കരുതി രാജകുമാരൻ വളരെ അനുനയ രൂപത്തിലും ക്ഷമാപണ രൂപത്തിലും ദീർഘമായ പ്രഭാഷണം തന്നെ നടത്തി. അത് കേട്ട് ബുദ്ധിമാനായ മന്ത്രികുമാരൻ പറഞ്ഞു, ഇങ്ങനെയുള്ള അനുനയവും ക്ഷമാപണവും ഒന്നും എന്നോട് വേണ്ട പ്രഭു. അങ്ങ് സന്തുഷ്ടനായി ആനന്ദതുന്തിലനായി ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയെന്ന് അറിയുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ഇത്രയും ദിവസങ്ങളായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ അല്പമൊന്ന് ഭയപ്പെട്ടു. അങ്ങയെ കാണാതെ ഞാൻ പരിഭ്രമിച്ചു എന്നത് വാസ്തവം തന്നെ. എന്നാൽ എൻ്റെ ജീവിതം അങ്ങയുടെ സുഖത്തിനും ശ്രേയസ്സിനും വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവിടുത്തെ പേരിൽ എനിക്ക് എങ്ങനെ പരിഭവം ഉണ്ടാകും? അതുപോട്ടെ, രാജകുമാരിക്ക് ക്ഷേമം തന്നെയല്ലേ? ഇങ്ങോട്ട് വരുന്നുവെന്നറിഞ്ഞപ്പോൾ വളരെ വ്യസനിച്ചു കാണുമല്ലോ. എന്തു പറഞ്ഞു കുമാരി? അങ്ങ് എങ്ങനെ ആശ്വസിപ്പിച്ചിട്ടാണ് വന്നത്? സകല വസ്തുതകളും തുറന്നു പറയൂ, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. രാജകുമാരൻ പറഞ്ഞു, കുമാരി വളരെ വ്യസനിച്ചു. എങ്കിലും ഒടുവിൽ ഒട്ട് സമാധാനപ്പെട്ടു. അഥവാ ഞാൻ സമാധാനപ്പെടുത്തി എന്ന് പറയുന്നതാവും ശരി. അതിനുശേഷം അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയാക്കിയത്. അങ്ങയുടെ ആത്മാവ് യഥാർത്ഥത്തിൽ അവിടെയാണ്. അങ്ങയുടെ ഉത്തമ സുഹൃത്തിന്റെ അടുത്ത് അങ്ങ് സന്തോഷമായി പോയി വരിക. കഴിയുന്നതും വേഗം മടങ്ങിയെത്തണമെന്ന് മാത്രം. അധിക ദിവസം ഈ വിരഹതാപം സഹിക്കുവാൻ എനിക്ക് ശേഷിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, പറയും കുമാരി ബുദ്ധിശാലിനിയാണ്. ആട്ടെ, എനിക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു കുസൃതിയോടുകൂടി അയാൾ ചോദിച്ചു. ഉടനെ തന്നെ രാജകുമാരി കൊടുത്തയച്ചിരുന്ന പായസപാത്രം വെളിയിലെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ താങ്കൾക്ക് നൽകുവാനായി കുമാരി തൻ്റെ സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്ത പായസമാണിത്. യഥേഷ്ടം ഭക്ഷിച്ച് തൃപ്തനായാലും ഞാനും കഴിക്കാം.
എത്ര ദിവസങ്ങളായി നാം ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, വരട്ടെ, ഞാനത് ഭക്ഷിക്കയില്ല. കൊടിയ വിഷമാണ് അതിൽ കലർത്തിയിരിക്കുന്നത്. താങ്കളും ഭക്ഷിക്കരുത്. ഇതിനകം അങ്ങ് അതിന്റെ രുചി നോക്കുക പോലും ചെയ്യാതിരുന്നത് കൊണ്ടാണ് അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കുമാര, ഒരു സ്ത്രീക്ക് അവളുടെ കാമുകന്റെ സ്നേഹിതന്റെ പേരിൽ ഒരിക്കലും സ്നേഹമുണ്ടായിരിക്കില്ല. എന്റെ പേര് പോലും അങ്ങ് അവിടെ പ്രസ്താവിച്ചത് ബുദ്ധിശൂന്യതയായിപ്പോയി. ഉടനെ രാജകുമാരൻ ദേഷ്യം വന്നു. എന്റെ കൂട്ടുകാരൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? പത്മാവതിക്ക് നിങ്ങളെ വലിയ കാര്യമാണ്. ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, അങ്ങനെയോ? എങ്കിൽ അവിടുന്ന് വളരെ സൂക്ഷിക്കണം. എന്റെ വാക്കുകളുടെ സത്യസ്ഥിതി ഞാൻ ഇപ്പൊ തന്നെ അങ്ങയെ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് മന്ത്രികുമാരൻ പായസത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവിടെ കിടന്നിരുന്ന ഒരു പട്ടിക്ക് കൊടുക്കുകയാണ്. ക്ഷണത്തിൽ ആ പട്ടി വിഷം ബാധിച്ച് മരണപരാക്രമങ്ങൾ കാണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായി. ഒരു ഭയങ്കരമായ കുരയോടുകൂടി അത് ചത്തു വീഴുകയും ചെയ്തു. രാജകുമാരൻ ആ ദൃശ്യം കണ്ട് വല്ലാതെ അന്ധാളിച്ചു പോയി. ഇത് കണ്ട മന്ത്രികുമാരൻ തികച്ചും അക്ഷോഭ്യനായി പറഞ്ഞു, ഞാൻ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിപ്പം മനസ്സിലായില്ലേ? അക്കാര്യത്തിൽ അങ്ങയെ ഒട്ടും തന്നെ കുറ്റപ്പെടുന്നില്ല. സ്ത്രീവർഗത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സാഹസ പ്രവൃത്തിയാണ് ഇവിടെയും പ്രകടമായത്. കുമാരിയുടെ നടപടികൾ ഞാൻ ആദ്യം മുതൽക്കേ തന്നെ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചു കൊണ്ടുവന്നത്. എനിക്ക് അതിന് മതിയായ കാരണവുമുണ്ട്. ഈ പ്രേമത്തിന്റെ തിരത്തള്ളലിൽപ്പെട്ട് നട്ടം തിരിയുന്ന കുമാരിയെ സംശയം എന്ന് പറയുന്ന ഒരു ഭീതി സാഹസികയാക്കി തീർത്തു. അങ്ങയുടെ നിതാന്ത സഹവാസത്തിന് അങ്ങയുടെ സന്തത സഹചരണം ഉപദേഷ്ടാവുമായ ഞാൻ ഒരു തടസ്സമായിരിക്കുമെന്ന് കുമാരി ധരിച്ചുപോയി. അതുകൊണ്ട് എന്നെ ഇല്ലാതാക്കാമെന്ന് അവൾ വിചാരിച്ചു. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല. ഈശ്വരന്റെ കൃപയാൽ അങ്ങും ഞാനും ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ കപടതന്ത്രമൊന്നും അറിയാത്ത മട്ടിൽ അങ്ങ് പൂർവാധികം സ്നേഹത്തോടുകൂടി കുമാരിയോട് പെരുമാറുകയാണ് വേണ്ടത്. ഉടനെ രാജകുമാരൻ മന്ത്രികുമാരനോട് പറഞ്ഞു, വേണ്ട വേണ്ട, ഇനിയും അവളുമായി യാതൊരുവിധ സമ്പർക്കവും എനിക്ക് ആവശ്യമില്ല. ഇത്രമാത്രം കുടിലത അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർക്കാൻ തന്നെ ഇഷ്ടമില്ല. രാജകുമാരൻ വർദ്ധിച്ച കോപത്തോടെയാണ് അത് പറഞ്ഞത്. കാകോളം നിറച്ച കനക കുംഭമാണ് അവൾ, രക്തദാഹിയായ ഭയങ്കരി. ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, അങ്ങനെ പറയരുത് കുമാര. കുമാരിക്ക് അങ്ങയുടെ പേരിലുള്ള പ്രേമം അത്യഗാധമാണെന്ന് സമ്മതിച്ചേ തീരൂ. അങ്ങയോടുള്ള പ്രേമം നിമിത്തമാണ് അവൾ ഇപ്രകാരം ഒരു ദുഷ്പ്രവൃത്തി ചെയ്തത്. അതുതന്നെയാണ് എല്ലാത്തിനും വഴിവെച്ചത്. മന്ത്രികുമാരന്റെ യുക്തിവാദങ്ങളൊന്നും രാജകുമാരനെ തൃപ്തിപ്പെടുത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നോട് യാതൊരു സമാധാനവും പറയേണ്ടതില്ല. ഇത്തരത്തിലൊരു രക്തരാക്ഷസിയുമായി വസിക്കുന്നത് ഒരിക്കലും ബുദ്ധിപൂർവകമല്ല. ഈ നിമിഷം വരെ എന്റെ പരിശുദ്ധമായ പ്രണയം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ഇപ്പോഴാകട്ടെ അതെല്ലാം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാനിതൊരു ദുസ്വപ്നം പോലെ കരുതി അവളെ മറന്നുകൊള്ളാം. അവളെ എന്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഞാൻ മായ്ച്ചു കളഞ്ഞേക്കാം. ഇപ്രകാരമുള്ള രാജകുമാരന്റെ വാക്കുകൾ കേട്ട് മന്ത്രികുമാരൻ പറഞ്ഞു, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി കുമാരിയെ ഈ ദൂഷിത വലയത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഒരു വിജയിയെ പോലെ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കേണ്ടത്. ഉടനെ രാജകുമാരൻ പറഞ്ഞു, പ്രിയ കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാനും അങ്ങയെ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉടനെ മന്ത്രികുമാരൻ പറഞ്ഞു, ശരി ശരി, അങ്ങനെയെങ്കിൽ അതിലേക്കുള്ള വേണ്ട നിർദ്ദേശങ്ങൾ ഞാനിതാ ചെയ്തു തരുന്നുണ്ട്. അവിടുന്ന് ഒരു കാര്യം ചെയ്യണം. ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകണം. പഴയ രഹസ്യവാതിലൂടെ തന്നെ കുമാരിയുടെ കിടക്കറയിൽ പ്രവേശിച്ച് രാജകുമാരിയുമായി യഥേഷ്ടം പ്രേമലീലകളിൽ ഏർപ്പെട്ടുകൊള്ളുക. ഇതേ സമയം പിരിഞ്ഞിരുന്നത് പോലും അസഹ്യമായിരുന്നെന്ന മട്ടിൽ പ്രേമചാബല്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ കുമാരി തളർന്ന നല്ല ഉറക്കത്തിലാകുമ്പോൾ അങ്ങ് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ ദിവ്യപ്രഭ നിറഞ്ഞ രത്നമാല മോഷ്ടിച്ച് അവളുടെ ഇടത്തെ തുടയിൽ അടയാളം പതിക്കുമാറ് 3 നഖക്ഷതങ്ങളെ ഏൽപ്പിക്കണം. രാത്രിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങിപ്പോരുകയും ചെയ്യണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ട വിധം നിർവഹിച്ചുകൊള്ളാം. മന്ത്രികുമാരന്റെ ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ രാജകുമാരൻ
ശിരസാ വഹിച്ചുകൊണ്ട് രാത്രിയിൽ തന്നെ പത്മാവതിയുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. രഹസ്യവാതിലിലൂടെ തന്നെ കുമാരിയുടെ ഇടപ്പറയിലെത്തുന്നു. അതുപോലെ തന്നെ രാജകുമാരനെ കാണാതെ വിഷമിച്ചു കഴിഞ്ഞിരുന്ന അവൾക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല. വളരെ സമയം അവർ പ്രേമലീലകളിൽ മുഴുകി ചിരിച്ചു കളിച്ച് രസിച്ച് സർവവും മറന്ന് ഉറങ്ങിക്കിടക്കുന്ന കുമാരിയുടെ കഴുത്തിൽ നിന്നും ആ രത്നമാല രാജകുമാരൻ അഴിച്ചെടുക്കുന്നു. എന്നിട്ട് അവളുടെ ഇടത്തെ തുടയിൽ നഖം കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. അനന്തരം രഹസ്യവാതിലിലൂടെ തിരിച്ചു പോരുകയും ചെയ്യുന്നു. നേരെ മന്ത്രികുമാരന്റെ അടുത്തെത്തി നടന്ന വൃത്താന്തങ്ങളൊക്കെ അറിയിക്കുന്നു. മുത്തുമാലയും ഈ വിശിഷ്ടമായ രത്നമാലയും അയാളെ ഏൽപ്പിക്കുന്നു. മന്ത്രികുമാരൻ തികച്ചും സംതൃപ്തനായി. അന്ന് രാത്രി തന്നെ അവരിരുവരും തങ്ങളുടെ താമസ സ്ഥലം വിടുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതമായി രാജകുമാരനും മന്ത്രികുമാരനും കാഷായ വേഷം ധരിച്ച് കുറച്ചകലെയുള്ള ഒരു ശ്മശാനത്തിൽ എത്തിച്ചേരുകയാണ്. മന്ത്രികുമാരൻ ശ്മശാന ജീവിയായ ഒരു യോഗിയുടെ വേഷം ധരിച്ചു. രാജകുമാരൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെയും. ശ്മശാനത്തിന്റെ ഒരു ഭാഗത്ത് ഇരിപ്പുറപ്പിച്ച ശേഷം യോഗി ശിഷ്യനോട് ആജ്ഞാപിച്ചു, അങ്ങ് ഈ മുത്തുമാല വിൽക്കുന്നതിനായി തെരുവുതോറും കൊണ്ടു നടക്കണം. പക്ഷേ അവിടെ എങ്ങും ഇത് വിൽക്കരുത്. ആരെങ്കിലും ചോദിച്ചാൽ ലോകത്തില്ലാത്ത വില പറഞ്ഞോ മറ്റോ ഒഴിഞ്ഞു മാറണം. അതിനിടയിൽ ആരെങ്കിലും അങ്ങയെ പിടികൂടുന്ന പക്ഷം മാല ഞാൻ തന്നു അയച്ചതാണെന്ന് പറഞ്ഞ് ആളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഈ നിർദ്ദേശം അനുസരിച്ച് രാജകുമാരൻ ഈ മാലയുമായി അവിടെ നിന്ന് തിരിച്ചു പലയിടത്തും ചുറ്റിക്കറങ്ങി. ഒടുവിൽ അദ്ദേഹം കൊട്ടാരവാതിലിന് സമീപമുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്തെത്തിച്ചേരുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മാല രാജകുമാരിയുടേതാണെന്ന് ആ സ്വർണ്ണപ്പണിക്കാരൻ മനസ്സിലാക്കി. അദ്ദേഹം ഭീഷണമായ ഒരു മുഖഭാവത്തോടുകൂടി കുമാരനോട് പറഞ്ഞു, എടോ കള്ള സന്യാസി, ഈ രത്നമാല നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞേക്ക്. രാജകുമാരൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണക്കടയുടെ വാതിൽക്കലേക്ക് ആൾക്കൂട്ടം വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ രാജകിങ്കരന്മാരും നഗര രക്ഷകരും എല്ലാവരും ഉണ്ടായിരുന്നു. നഗരരക്ഷകൻ തന്റെ അധികാര പീഠത്തിലിരുന്ന് ഘനഭാവത്തിൽ മീശയൊക്കെ പിരിച്ച് അവരോട് ആജ്ഞാപിച്ചു, മോഷണക്കേസിലെ പ്രതികളാണല്ലേ? ആ സ്വർണ്ണ വ്യാപാരിയോട് ചോദിക്കൂ, അയാൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയെന്ന്. സ്വർണ്ണ വ്യാപാരി വിറച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നയജമാനെ, എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. ഈ സന്യാസി സ്വാമി എൻ്റെ കടയിൽ ഈ മാലയുമായിട്ട് വന്നു. വിൽക്കാനാണ് കൊണ്ടുവന്നത്. ഞാൻ നോക്കിയിട്ട് അത് നമ്മുടെ വലിയ കൊട്ടാരത്തിലെ കൊച്ചുതമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന മാലയാണെന്ന് കണ്ടു. കാരണം ഞാനാണത് പണിത് കൊടുത്തത് കഴിഞ്ഞ കൊല്ലം. അതും മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഈ സന്യാസി സ്വാമിയോട് വിവരം ചോദിച്ചറിയാമെന്ന് കരുതിയപ്പോഴാണ് ഇവർ എൻ്റെ കൈകൾ വരിഞ്ഞു കെട്ടി യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പറഞ്ഞത് മുഴുവൻ സത്യമാണ് പൊന്നയജമാനെ, അല്ലാണ്ട് ഞാനിതൊന്നും അറിഞ്ഞതല്ല. പൊന്നയജമാനെ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഉടനെ നഗരപാലകൻ സന്യാസി വേഷധാരിയായ രാജകുമാരന്റെ നേർക്ക് തിരിഞ്ഞു. സന്യാസി വേഷം കിട്ടി മോഷണത്തിനിറങ്ങിയിരിക്കുകയാണല്ലേ? അതും ചില്ലറ മോഷണമൊന്നുമല്ല. വലിയ കൊട്ടാരത്തിൽ കൊച്ചുതമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന രത്നമാല. എടോ കള്ള സന്യാസി, തനിക്ക് ഈ മാല എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെ കിട്ടി? മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ നിന്റെ തല പോയി എന്ന് കരുതിക്കോ. സന്യാസി വേഷധാരിയായ നമ്മുടെ രാജകുമാരൻ മന്ത്രികുമാരൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പ്രകാരം മറുപടി നൽകി. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ ആസ്പദമാക്കി നഗരതലവനും സൈന്യമേധാവിയും സിൽബന്ദികളും എല്ലാവരും കൂടി നേരെ ശ്മശാനത്തിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ താപസവേഷം ധരിച്ച് മന്ത്രികുമാരൻ ഇരിക്കുന്നുണ്ടായിരുന്നുവല്ലോ. അവരെ രാജാവിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. രാജാവ് വളരെയധികം ആദരപൂർവ്വം ഈ യോഗീശ്വരനെ സൽക്കരിച്ച് ബഹുമാന്യ സ്ഥാനത്ത് ഇരുത്തി അതിനുശേഷം പറഞ്ഞു, അല്ലയോ പുണ്യാത്മാവേ, സർവസംഘ പരിത്യാഗിയായ അങ്ങയെ ഇപ്രകാരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിന് ക്ഷമിക്കണം. അനാദരവ് കാണിച്ചുവെന്ന് വിചാരിക്കരുത്. രാജനീതി യോഗിക്കും സാധാരണ ജനങ്ങൾക്കും മേധാവിക്കും എല്ലാവർക്കും തുല്യമാണല്ലോ. അതനുസരിച്ച് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടുന്ന് തൃപ്തികരമായ മറുപടി നൽകിയാലും. യോഗീശ്വരൻ ഉടനെ പ്രതികരിക്കാൻ, മഹാദേവ മഹാദേവ,
അല്ലയോ രാജാവേ, അങ്ങേക്ക് സംശയമുള്ള ഏത് കാര്യത്തെപ്പറ്റിയും ചോദിച്ചു കൊള്ളണം. അതിഗഹനങ്ങളായ പ്രപഞ്ച രഹസ്യങ്ങളും ഭൂതവർത്തമാന ഭാവി ഫലങ്ങളും ഗ്രഹിക്കാനുള്ള പ്രത്യേക സിദ്ധി ശിവപെരുമാളിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മഹാദേവ മഹാദേവ. അനന്തരം രാജാവ് രാജകുമാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതായി നിൽക്കുന്ന യുവയോഗി അങ്ങയുടെ ശിഷ്യനാണെന്നാണ് പറഞ്ഞത്. സത്യം തന്നെയോ? ഉടനെ സന്യാസി പറഞ്ഞു, അതെ, അവൻ നമ്മുടെ ശിഷ്യൻ തന്നെ, ഉത്തമ ശിഷ്യൻ. മഹാദേവ മഹാദേവ. സർവസംഘ പരിത്യാഗിയായ അവൻ ഈ രാജകൊട്ടാരത്തിൽ എന്തു കാര്യം? ഇദ്ദേഹം ഒരു രത്നമാല വിൽക്കാനായി ആ ചന്തയിലൂടെ നടക്കുകയായിരുന്നു. അത് ആ നിൽക്കുന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് നമ്മുടെ മകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ്. സ്വർണ്ണപ്പണിക്കാരന് സംശയം തോന്നി ഭടന്മാർക്ക് അറിവ് കൊടുത്തു. ഭടന്മാർ അങ്ങയുടെ ശിഷ്യനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. രത്നമാല അങ്ങ് വിൽക്കാനായി ഏൽപ്പിച്ചതാണെന്നാണ് ശിഷ്യൻ പറഞ്ഞത്. അതിന്റെ സത്യസ്ഥിതി അവിടുന്ന് തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നാലും. യോഗീശ്വര വേഷധാരിയായ ആ മന്ത്രികുമാരൻ രാജാവിന്റെ പക്കൽ നിന്ന് രത്നമാല വാങ്ങി സസൂക്ഷ്മം പരിശോധിക്കുന്ന ഭാവം കാണിച്ച ശേഷം പറഞ്ഞു, മഹാദേവ മഹാദേവ, ഇത് നാം തന്നെ വിൽപ്പനയ്ക്കായി നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ ഏൽപ്പിച്ചയച്ചതാണല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ സത്യസ്ഥിതി അറിയാൻ വേണ്ടി അങ്ങേ പടനായകൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങ് ദയവായി ഞങ്ങളുടെ സംശയം തീർത്തു തരണം. മഹാജ്ഞാനിയും പരമവിരക്തനും ധർമ്മശാസ്ത്ര നിരതനുമായ അങ്ങ് ഈ രത്നമാല മോഷ്ടിച്ചിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഉടനെ യോഗീശ്വരനായ മന്ത്രികുമാരൻ പറഞ്ഞു, മഹാദേവ മഹാദേവ, സകല വിവരങ്ങളും നാം അങ്ങയെ അറിയിക്കുന്നുണ്ട്. മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ആ ശ്മശാനത്തിലാണ് നമ്മുടെ സ്ഥിരതാമസം. ആ ചുടുകാട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ധാരാളം ശവദാഹം നടക്കാറുണ്ട്. രാത്രിയാകുമ്പോൾ പരമസുന്ദരിയായ ഒരു യുവതി അവിടെ വരും. അവൾ എരിയുന്ന വിറകുള്ളികൾ തള്ളിയിട്ട് ശവം വലിച്ചെടുത്ത് തൃപ്തിയാവോളം മാംസം ഭക്ഷിക്കും, എന്നിട്ട് മടങ്ങിപ്പോവും. ഇത് പതിവായിരുന്നു. ചുടലക്കളത്തിന്റെ പരിപാവനതയെ ഭഞ്ജിക്കുന്ന ഈ അസുരപ്രവൃത്തി നമുക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. എന്തു വന്നാലും ഈ പൈശാചിക നടപടി അവസാനിപ്പിക്കുമെന്ന് നാം സ്വയം ശപഥം ചെയ്തു. അതിലേക്കായി ഒരു അവസരം നോക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ അമാവാസി നാളിൽ അർദ്ധരാത്രിയോടടുത്ത സമയം ആഭിചാരകർമ്മങ്ങളുടെ ആവശ്യത്തിലേക്കായി കുട്ടിച്ചാത്തന്മാരെ തിരക്കി ചുടുകാട്ടിൽ നടക്കുകയായിരുന്നു ഞാൻ. കുത്തിയാലറിയാത്ത കൂരിരുട്ട്. അന്ന് ശവശരീരങ്ങളൊന്നും ശ്മശാനത്തിലേക്ക് എത്തിയിരുന്നില്ല. പെട്ടെന്ന് ശ്മശാനത്തിലെ എരുക്കങ്കാട് ഇളകുന്ന ശബ്ദം കേട്ട് നാം അങ്ങോട്ട് നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു ആ രക്തരാക്ഷസി. നമുക്കുണ്ടോ ഭയം? നാം നേരെ മുമ്പോട്ട് പാഞ്ഞ് അവളെ പിടിച്ചു മറിച്ചിട്ട് അവളുടെ ഇടത്തെ തുടയിൽ എൻ്റെ പക്കലിരുന്ന ശൂലത്തിന്റെ മുനകൾ കൊണ്ട് ഒരു കുത്തു കൊടുത്തു. അങ്ങനെ അവളെ തോൽപ്പിച്ച് അവളുടെ കഴുത്തിൽ കിടന്ന രത്നമാലയും പറിച്ചെടുത്തു. മേലാൽ ഒരിക്കലും ആ ചുടലക്കളത്തിൽ വന്നു പോകരുതെന്ന് താക്കീത് നൽകി അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അതിൽ പിന്നീട് അവൾ അവിടെയെങ്ങും വന്നിട്ടുമില്ല. അങ്ങനെ നമ്മുടെ പക്കൽ വന്നു ചേർന്നതാണ് ഈ രത്നമാല. യോഗിയായ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലായകയാൽ അത് വിറ്റ് കിട്ടുന്ന പണം സാധുക്കൾക്ക് ദാനധർമ്മം നടത്താമെന്ന് കരുതി അത് വിറ്റുവരുവാൻ നാം നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ നിയോഗിച്ചയച്ചതാണ്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ചരിത്രം. മഹാദേവ മഹാദേവ. രാജാവ് ഉടൻ തന്നെ അന്തഃപുരത്തിലേക്ക് പോയി. കുമാരിയുടെ കഴുത്തിൽ രത്നമാലയില്ല. അതിന്റെ തിരോധാനത്തെപ്പറ്റി അവൾക്ക് യാതൊരു സമാധാനം പറയാനുമില്ല. അമ്മ മഹാറാണിയെ കൊണ്ട് രഹസ്യമായി അവളുടെ ഗാത്ര പരിശോധന നടത്തിച്ചതിൽ സന്യാസി പറഞ്ഞ പ്രകാരം അവളുടെ ഇടത്തെ തുടയിൽ ത്രിശൂല മുന കൊണ്ടുണ്ടായതെന്ന് തോന്നുന്ന രീതിയിൽ മുറിവുകൾ വീണിട്ടുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു. രാജാവിന്റെ ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ മകൾ ചുടലയിലെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന രാക്ഷസിയോ? അദ്ദേഹം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ആക്രോശിച്ചു. ഈ പ്രസിദ്ധ രാജകുടുംബത്തിന് അവൾ തീരാക്കളങ്കം വരുത്തി വെച്ചിരിക്കുന്നു. ഇനി അവൾ ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ല. ഇപ്രകാരം അലറിക്കൊണ്ട് രാജാവ് സ്വന്തം പുത്രിയെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴയ്ക്ക് സന്യാസി വേഷധാരിയായ മന്ത്രികുമാരന്റെ മുമ്പിൽ എത്തിച്ചു. കൊട്ടാരത്തിൽ നിന്ന് മറ്റുള്ളവരെയെല്ലാം പുറത്താക്കി വാതിലടച്ച ശേഷം അദ്ദേഹം മന്ത്രികുമാരന്റെ നേർക്ക് തിരിഞ്ഞ് തീവ്രമായ മനോവേദനയോടും അതിലുപരി ഉഗ്രരോഷത്തോടും കൂടി പറഞ്ഞു, സർവവും ഗ്രഹിക്കാൻ കഴിവുള്ള അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാണെന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു. ചുടലയിലെ മൃതശരീരങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ രാക്ഷസി നമ്മുടെ പുത്രി തന്നെയാണ്. ഇപ്രകാരമുള്ള പൈശാചിക കൃത്യങ്ങൾ ചെയ്യുന്നവൾക്ക് ധർമ്മശാസ്ത്രങ്ങൾ എന്ത് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളതെന്ന് അവിടുന്ന് ദയവായി പറഞ്ഞാലും.
യോഗീശ്വര വേഷധാരിയായ മന്ത്രികുമാരൻ കുറെ നേരം സമാധിയിൽ അമർന്നിരിക്കുന്നതായി ഭാവിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: മഹാദേവ, മഹാദേവ, ഒരു ബ്രാഹ്മണൻ, ഒരു ഭാര്യ, ഒരു ശിശു, ഒരാശ്രിതൻ, ഇവരിൽ ആരെങ്കിലും ഇപ്രകാരമുള്ള ഒരു ഹീനകൃത്യം ചെയ്തതായി തെളിയുന്ന പക്ഷം ആ ആളിനെ നാടുകടത്തണമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ആ രാജാവ്, ധർമ്മിഷ്ഠനായ രാജാവ് എന്ന് പറയുന്നതാണ് ശരി, സ്വപുത്രിയെ ഒരു പല്ലക്കിൽ കയറ്റി നഗരപ്രാന്തത്തിലുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോരുവാൻ രാജകിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു. അമ്മ മഹാറാണിയുടെയും ഓമനപുത്രിയുടെയും ഹൃദയം പൊട്ടുമാറുള്ള കരച്ചിലൊന്നും ആ രാജഹൃദയത്തെ അലിയിക്കുവാൻ മതിയായിരുന്നില്ല. അങ്ങനെ തികച്ചും അപമാനകരമായ വിധത്തിൽ രാജകുമാരി തൻ്റെ രാജ്യത്തിൽ നിന്നും തൻ്റെ ഗ്രഹത്തിൽ നിന്നും പുറത്തായി. ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന മന്ത്രികുമാരനും രാജകുമാരനും തങ്ങളുടെ ആയുധങ്ങളുമായി കുതിരപ്പുറത്ത് കയറി രംഗത്തെത്തുകയാണ്. അവർ രാജകിങ്കരന്മാരെ ഒന്നടങ്കം വധിച്ച് പല്ലക്കിനുള്ളിൽ നിന്ന് രാജകുമാരിയെ പുറത്തെടുത്തു. അവർ അവളെ സുരക്ഷിതമായി രാജകുമാരന്റെ അശ്വത്തിന്മേൽ അദ്ദേഹത്തിന്റെ തൊട്ട് മുൻഭാഗത്തായി ഇരുത്തി. അടുത്ത മുഹൂർത്തത്തിൽ അവർ 3 പേരും കൂടി സ്വന്തം രാജ്യമായ വാരണാസിയിലേക്ക് ഓടിച്ചു പോവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിക്കുകയാണ്: പ്രഭു, ഈ 4 പേരിൽ ആർക്കാണ് പാപം? രാജകുമാരനോ, മന്ത്രികുമാരനോ, രാജകുമാരിക്കോ, അവളുടെ പിതാവായ രാജാവിനോ? ഒട്ടും താമസിയാതെ വിക്രമാദിത്യൻ മറുപടി കൊടുത്തു: സംശയമെന്ത്, രാജാവിന് തന്നെ. ഉടനെ വേതാളം ചോദിച്ചു: രാജാവ് എങ്ങനെ കുറ്റക്കാരനാകും? വിക്രമാദിത്യൻ പറഞ്ഞു: അത് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. മന്ത്രികുമാരൻ തൻ്റെ യജമാനോടുള്ള അനിഷേധ്യമായ കർത്തവ്യമാണ് നിർവഹിച്ചത്. രാജകുമാരനും കുമാരിയും തങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു. അത് അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യം. തെറ്റുപറ്റിയത് കാര്യകാര്യ വിവേചനം കൂടാതെ പൈശാചിക നടപടികൾ എടുത്ത് സ്വന്തം പുത്രിയെ രാജ്യത്തിൽ നിന്ന് ബഹിഷ്കരിച്ച രാജാവിന് പാപഭാരം മുഴുവൻ ചുമക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അത് കേട്ട മാത്രയിൽ വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് ചാടി വീണ് വേതാളം ഓടിച്ചെന്ന് വീണ്ടും മുരുക്കുമരത്തിൽ കയറി. വിക്രമാദിത്യന്റെ ഉചിതമായ മറുപടി കേട്ട മാത്രയിൽ വേതാളം അദ്ദേഹത്തിന്റെ തോളിൽ നിന്ന് താഴെ ചാടി ഇറങ്ങിയിട്ട് പഴയപടി തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു. സംസാരിച്ചാൽ തിരിച്ചു പോകുമെന്നല്ലേ പറഞ്ഞേ? മറുപടി പറഞ്ഞില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വേതാളം അദ്ദേഹത്തിന്റെ മറുപടിയിൽ സംതൃപ്തനായി ഉരുക്കുമരത്തിൽ കയറി തല കീഴായി കിടന്നു. അടുത്ത കഥയിൽ സഞ്ജീവനി മന്ത്രമാണ്. വേതാളം തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നതായി കണ്ടില്ലേ? ഇനി അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും സന്ധിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുക അടുത്ത കഥയ്ക്കായി. നന്ദി, നമസ്കാരം.